തദ്ദേശ പോരിനോടടുത്തപ്പോൾ അൻവറിന്റെ മണ്ണിൽ ചൂടേറുകയാണ്. റൈഡും കേസും ഒക്കെയായിട്ട് അൻവറും പാർട്ടിക്കാർ തിരക്കിലോട് തിരക്കിലാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ലോൺ എടുത്തതിൽ PV അൻവറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട അൻവറിന് ഉടൻ നോട്ടീസ് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ED ഉള്ളത്. അൻവറിന്റെ ബിനാമി ഇടപാടുകളെ കുറിച്ചായിരുന്നു EDയുടെ പ്രധാന അന്വേഷണം. അൻവറിന്റെ 2 കമ്പനികൾക്കായിട്ട് ഒറ്റ ഈടിൽ 3 ലോണുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് EDയുടെ അന്വേഷണം ശക്തമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായിട്ട് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്താക്കുറിപ്പ് ED കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. കുറഞ്ഞ ഇടവേളകളിൽ ഈട് വസ്തുക്കൾ പരിശോധിക്കാതെയായിരുന്നു ലോൺ നൽകിയത് എന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, ലഭിച്ച വായ്പകൾ അൻവർ വക മാറ്റിയതായിട്ടും EDക്ക് സംശയമുണ്ട്. ഉടമകൾ ബിനാമികളാണോ എന്നും പരിശോധന നടക്കുകയാണ്. അൻവറിന്റെ ബിനാമികൾ എന്ന് സംശയിക്കുന്ന 15 അക്കൗണ്ടുകളും ED കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണം, ഫണ്ട് വകമാറ്റൽ, ബിനാമി സ്വത്തുവകകൾ എന്നിവ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അൻവറിനെ ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുന്നതും. ഉടൻ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനാണ് സാധ്യത. കള്ളപ്പണ ഇടപാട് ആരോപിച്ച് അൻവറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടപടി കടുപ്പിക്കുകയാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ആഴ്ച തന്നെ കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അൻവറിന് ഉടൻ നോട്ടീസ് അയക്കും. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അൻവറിന്റെയും സഹായിയുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം നടക്കുന്നത്. കേരള ഫൈനാൻസ് കോർപ്പറേഷന്റെ മലപ്പുറം ബ്രാഞ്ചിൽ നിന്നും ഒരേ ആധാരം ഈട് നൽകി 2 വായ്പകളെടുത്ത തട്ടിപ്പ് നടത്തിയെന്ന കേസാണ് അൻവറിന് എതിരെ ഉള്ളത്. 2015 അനുവദിച്ച വായ്പകളിലെ ക്രമക്കേട് മൂലം കോർപ്പറേഷന് 22.31 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായിട്ടാണ് കണ്ടെത്തൽ. അൻവറിന് ദുരൂഹമായ ബിനാമി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും സ്വത്ത് വിവരങ്ങളിൽ തൃപ്തികരമായ വിശദീകരണം നൽകാനായില്ല എന്നും ED വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും അൻവർ പ്രതികരിച്ചു. 9.5 കോടി രൂപ വായ്പ എടുത്തതിൽ 6 കോടിയോളം തിരിച്ചടച്ചുവെന്നും ബാക്കി തുക ഒറ്റത്തവണ തീർപ്പാക്കലിനായിട്ട് അപേക്ഷ നൽകിയിരിക്കുകയാണെന്നും അൻവർ പ്രതികരിച്ചിട്ടുണ്ട്. മറ്റെല്ലാവർക്കും നൽകുന്ന സെറ്റിൽമെന്റ് തനിക്ക് നിഷേധിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണെന്നും ഒരേ വസ്തുവിന്മേൽ 2 ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അൻവർ തന്റെ ഭാഗം ന്യായീകരിച്ചു. എന്തായാലും കേസും കൂട്ടവുമായിട്ട് അൻവർ ഇനി തിരക്കിലായിരിക്കും. തൃണമൂലുമായിട്ട് UDF സഖ്യ സാധ്യതകൾ ചർച്ച ചെയ്യേണ്ട താമസം അപ്പോഴേക്കും വന്ന കേസുകൾ എന്ന് ആരും പറഞ്ഞു ചെയ്യിക്കുന്നതല്ല എന്നും നമുക്ക് ഇനി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഈ നാടകം എത്ര നാൾ സഹിക്കണം എന്നാവോ.